എല്ലാവർക്കും ആദം സേറ വ്ളോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. രാവിലെ പോയി ബീൻസ് വാങ്ങിച്ച് 1/2 കിലോ 40 രൂപ. പിന്നെ ക്യാരറ്റ് 1/4 കിലോ ക്യാരറ്റ്. തോരൻ വെക്കാൻ പോവുക, ബീൻസ് തോരൻ. പിന്നെ എരിവുള്ള പച്ചമുളക്, ഒരു ചെറിയ 3 സവോള. ഇതായിരുന്നു ഉച്ചക്കത്തേക്കുള്ള കറി. ബീൻസ് തോരൻ ക്യാരറ്റൊക്കെ ഇട്ട്. ഇനിയേ ഇപ്പോൾ ഉണ്ടാക്കട്ടെ. സമയം ഇപ്പോൾ തന്നെ 12 മണി കഴിഞ്ഞു. പോയി റെഡിയാക്കട്ടെ. ഇവിടെ ഇരിക്കട്ടെ. പാത്രം ചൂടായി. എണ്ണ ഒഴിക്കട്ടെ. തീ കൂട്ടി വെച്ചു. എണ്ണ ഒഴിക്കട്ടെ. ഇനി എണ്ണ ഒഴിച്ചു. ഇനിയേ കടുക് കേട്ടെ. അത് എണ്ണ ശകലം ചൂടായി കഴിഞ്ഞിട്ടേ കടുക. കടുകിട്ട് നല്ലോണം പൊട്ടട്ടെ. എന്നിട്ട് ബാക്കിയൊക്കെ എടുത്തൊന്നിടാം. ബീൻസൊക്കെ ഓക്കെ. കടുക് കൂട്ടി ഇനി ബീൻസ് എടുത്തെങ്കിൽ ഇടട്ടെ. ബീൻസ് കൊണ്ടുപോയിടാം ആദ്യം. ഓക്കെ. ബീൻസ് ഇട്ട് ഇനി ക്യാരറ്റും സവോളയൊക്കെ ഇടാം. കുറേ ദിവസമായി, അല്ല എനിക്ക് 2-3 മാസമായി ബീൻസ് തോരൻ വെച്ചിട്ട്. അതാ ഇന്ന് ബീൻസിൻ്റെ അപ്പം വീഡിയോ കൂടെ എടുത്തിട്ടാവല്ലോ. ക്യാരറ്റ് 1/4 കിലോ ക്യാരറ്റ്, 1/2 കിലോ ബീൻസ്, 1/4 കിലോ ക്യാരറ്റ്. ഇനി പച്ചമുളകും സവോളയും. ഓക്കെ, അത് വിട്ടു. ഈ തേങ്ങാപ്പീര അരച്ചെടുക്കുക കേട്ടോ. ഇവിടെ ഞങ്ങളുടെ ഈ തേങ്ങ തിരുമ്പുന്നേ അങ്ങ് പോയി. നല്ല കളർഫുള്ളാണ്. തേങ്ങ ഇട്ടെ. അതൊന്നും വീഴുന്നില്ല. ഇനി കുത്തി ഇടണം. ഓക്കെ. ബാക്കി അവിടെ ഇരിക്കുക. ഇതാ ഈ അരച്ചെടുത്താണോ കുഴപ്പം. ഇടാൻ പാടാം. ഇത് മൊത്തം ഒന്ന് കുത്തി ഇടട്ടെ. ഇത് അതിനകത്തോട്ട് തേങ്ങ മൊത്തം ഇട്ടു. വേണ്ട, ഒരു തേങ്ങയുണ്ട്. ഞാൻ തോരൻ വെക്കും നല്ലോണം തേങ്ങ ഇടും. ഇനിയേ മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ഇടട്ടെ. ഉപ്പ് ഇട്ട് മഞ്ഞപ്പൊടി ഇട്ട് ഇനിയേ നല്ലോണം ഇളക്കട്ടെ. എൻ്റെ തവി ഇച്ചിരി കളർ മങ്ങിയില്ലേ. ഇനി ഇവിടുത്തെ 1 എടുക്കണം. 3 വേറെ ഇരിപ്പുണ്ട്. ഇളക്കട്ടെ നല്ലോണം. 2 ദിവസത്തേക്കുള്ള കറിയാണ്. ഇതും കൊഴുവ വറുത്തതും കൂടെ ഇന്ന് എൻ്റെ ലഞ്ചിനുള്ളത്. കറികൾ കൊഴുവ വറുത്തതും ബീൻസും ക്യാരറ്റും കൂടെ തോരൻ വെച്ചു. ഇളക്കിയേ. ഇനിയേ ഒരു 10 മിനിറ്റ് നല്ലോണം അടുപ്പത്ത് വെച്ച് വേവിക്കുക. മൂടി വെച്ച്. നല്ല കളർഫുള്ളല്ലേ ക്യാരറ്റും ബീറ്റ്റൂട്ടും. അല്ല, ഈ ബീൻസും. ബീറ്റ്റൂട്ടല്ല, ബീൻസ്.
മൂടി വെച്ചേ ഒരു 10 മിനിറ്റ് വേവിക്കട്ടെ. മൂടി വെക്കട്ടെ. അവിടെ ഇരിക്കട്ടെ. ഇനി ഇതൊക്കെ ഒന്ന് കഴുകട്ടെ. കഴുകി എടുക്കട്ടെ. ഓക്കെ, ഇനി മീൻ വറക്കാൻ പോകും. അവിടെ ഇരിക്കട്ടെ. 10 മിനിറ്റ് നല്ലോണം ഇരിക്കട്ടെ. ഇത് വേട്ടെ. നല്ലോണം ആവിയേ തുറന്ന് നോക്കണം. ഒന്ന് ഇളക്കട്ടെ. കൂടെ ഇല്ല, വെന്തില്ല, വേകാനുണ്ട് ഇനി. അവിടെ ഇരിക്കട്ടെ. ശാല അവരോടെ തുറന്ന് വെച്ചിരിക്കാം. അതിൽ വെള്ളമില്ലാതെ അതിനകത്ത് ഒത്തിരി. ഇപ്പം തന്നെ നല്ലോണം വെള്ളം വീണു. തുറന്ന് വെച്ചേ ഇനി വേവിക്കാം. ഇത് കഴിഞ്ഞിട്ട് വേണം മീൻ വറുക്കാൻ. അടുപ്പത്തിരിക്കട്ടെ ശാലയരോടെ. ഞാനേ എൻ്റെ പൂച്ചയെ നോക്കിയിട്ട് വേണ്ടേ. അമ്മാരി പുറത്ത് വന്നോ നോക്കട്ടെ. ആ, എല്ലാം ഉണ്ടല്ലോ. എടാ കഴിക്കാറായില്ലടാ, ഞാൻ കൊണ്ടിട്ട് തരാം. ഈ മീൻ വറക്കോട് ചെയ്യണം. വേണ്ട, ഒരു പട്ടി പോകുന്നു വേറെ. വെള്ളമാണ് വഴി കയറി തുടങ്ങി. കറിയൊന്നും വേണ്ട. എന്തിനാ കരുന്നേ? എന്നാ കറിച്ചില്ല കറിയുന്നേ? അതാണ് അപ്പുറത്തെ പൂച്ച. ഉച്ചയാകുമ്പോൾ അവനും വരും. കറിയൊന്നും വേണ്ട. എന്നാ കരച്ചിലടാ നിൻ്റെ? എന്നാ അലർജിയാന്ന്? എന്തിനാ അലർന്നേ? എന്തിനാ അലർന്നോന്ന്? വേണ്ട, അതും വന്നിരുത്. അപ്പുറത്താണ് പട്ടി, ഇവിടെയാണ് അപ്പുറത്തെ പൂച്ച. ഇത് ഞങ്ങളത് ഒരെണ്ണം വരാനുണ്ട്. അങ്ങോട്ട് ഇറങ്ങാൻ പോയിരിക്കുക. സമയമായില്ല, സമയമാകുമ്പം തരാം കേട്ടോ. കഥ കാണാൻ ഭയങ്കര ടൈറ്റ്. ഇനി അത് ആശാരിയെ വിളിച്ച് കാണിക്കണം. എന്തായാലും എൻ്റെ ബീൻസും ക്യാരറ്റും കൂടെ തോരൻ വെച്ചതേ ഏകദേശം വെന്തേ. ഒരു 2 മിനിറ്റ് കൂടെ അടുപ്പത്ത് വെച്ചിട്ടങ്ങ് തീ അങ്ങ് ഓഫ് ചെയ്യാം. ബീൻസും ക്യാരറ്റും കൂടെ തോരൻ ഒന്നുകൂടെ ഒന്ന് ഇളക്കട്ടെ. ഇളക്കിയിട്ട് ഉപ്പൊക്കെ കൃത്യമാണോ നോക്കാം. എന്നിട്ട് കുറവാണെങ്കിൽ ഇത്തിരി ഉപ്പ് കൂടെ ഇടാം. കാലിൽ പോയി ഇളക്കമുണ്ട്. അതുകൊണ്ട് ഇളക്കുമ്പോൾ സൗണ്ട് കേട്ടോ. അല്ല, ബീൻസും ക്യാരറ്റും കൂടെ തോരൻ. ഇവിടെ ഒരു 2 മിനിറ്റ് കൂടെ ഇരിക്കട്ടെ. എന്നിട്ടങ്ങ് തീ അങ്ങ് ഓഫ് ചെയ്യാം. ശകലം ഉപ്പിൻ്റെ കുറവുണ്ട്, അത് വേട്ടെ. ഉപ്പിട്ട് അതുകൊണ്ട് ഒന്നുകൂടെ ഇളക്കട്ടെ. എന്തായാലും എൻ്റെ വീഡിയോ അങ്ങ് നിർത്തുവാണേ.
ബീൻസും ക്യാരറ്റും കൂടെ തോരൻ വെച്ചതിൻ്റെ വീഡിയോ നിർത്തുക. എല്ലാവരും മറക്കാതെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദം സേറ വ്ളോഗ്സ്. ഓക്കെ.